ഒരു പെൺകുട്ടി. അവരുടെ പേര് മേരി മൃദുല എന്നാണ്. ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അൾത്താരയ്ക്ക് ചേർന്ന് അവളിങ്ങനെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ഇവരുടെ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അച്ഛൻ ഇവൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവൾക്ക് വേണ്ടിയിട്ട് എന്തിനാ പ്രാർത്ഥിക്കണേ? ഇവള് തന്നെ വളരെ ഭംഗിയായിട്ട് ദേവാലയത്തിൽ ഈശോയുടെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കൊതി തോന്നാറ്. അപ്പോഴാണ് അവളുടെ കൈയും കാലും ഒക്കെ ഈ മാതാപിതാക്കൾ എന്നെ കാണിച്ചു തന്നത്. ഈ കരപ്പൻ്റെ അസുഖം എന്നൊക്കെ പറയില്ലേ, ആ അസുഖം ബാധിച്ച് അവളുടെ കാല് പ്രത്യേകിച്ച് വളരെ പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കൊണ്ട് നടക്കാത്ത ആശുപത്രിയിലില്ല. ഇവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവളോട് പ്രാർത്ഥിക്കാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, മോളൊന്ന് പ്രാർത്ഥിക്കാതെ? അമ്മ വെറുതെ പറയണമെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ അവൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഈ അസുഖം മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവൾ അത് പ്രാർത്ഥിക്കാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വീണ്ടും കാണാം. കുഞ്ഞിന് കയ്യിലും കാലിലും കരപ്പനുണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണമല്ല. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അച്ഛാ, അത് വേറെ ഒന്നുമല്ല. ഇവിടുന്ന് പോയി ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ശക്തമായ മഴയും ഇടിവെട്ടും ഉണ്ടായിരുന്നു. ഇവളും ഇവളുടെ മൂത്ത ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവർ രണ്ടുപേരും കൂടെ അടുത്ത മുറിയിലാണ് നടക്കുന്നത്. രാത്രിയായപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുറിയിൽ നിന്ന് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു. വെപ്രാളപ്പെട്ട് ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇവള് കട്ടിൽമേ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. അവള് പറഞ്ഞു, അമ്മച്ചി തമ്പായി എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. നീ ഇടിവെട്ട് കേട്ടിട്ട് ബോധം പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവളുടെ നെറ്റിയിലൊക്കെ കുരിശൊക്കെ വരച്ച് അവളെ തോളത്ത് കിടത്തി ഉറക്കി വീണ്ടും കൊണ്ടുപോയി കട്ടിൽ കിടത്തുക. പിറ്റേ ദിവസം അമ്മ അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥന മുറിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്, വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപമുണ്ട്. അവർക്കൊക്കെ നടുവിലായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രം. ഈ ഛായാചിത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മയോട് അവൾ പറയുന്നുണ്ട്, അമ്മച്ചി ഈ തമ്പായിയാണ് എന്നെ തൊട്ടേന്ന്. ചായയൊക്കെ കൊടുത്ത് അതിനുശേഷം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുമ്പോഴാണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തലേദിവസം വരെ ഒന്ന് തൊട്ടാൽ പൊട്ടിയൊലിക്കുന്ന രീതിയിൽ വ്രണമാകാനുള്ള സകല സാധ്യതയോടും കൂടെ വളരെ അസ്വസ്ഥമായിരുന്ന അവരുടെ കയ്യിലും കാലിലും ഒരുവിധ കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അല്ലാതെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ആ കുഞ്ഞ് ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്ന നമുക്ക് ഈ കുഞ്ഞ് ഉദാത്തമായൊരു ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ, പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം സമയം ചെലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മോട് കൂടെയും ആയിരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ കർത്താവ് ഈ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും എവിടെയോ ഓടിമറഞ്ഞു എന്നുള്ളതാണ്.